സ്നേഹമുള്ളവരെ, 2019 ഫെർണാണ്ടോ മെറല്ലസ് സംവിധാനം ചെയ്ത് അമേരിക്ക, UK, ഇറ്റലി, അർജൻറ്റീന മുതലായ സ്ഥലങ്ങളിൽ പൂർത്തിയാക്കിയ ധാരാളം അക്കാദമിക അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സിനിമയാണ് ടു പോപ്സ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗത്തിന് തൊട്ട് മുൻപേ അർജന്റീനൻ ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോർഗോ ബെർഗോഗ്ലിയോ മാർപ്പാപ്പയുമായി നടത്തുന്ന വികാരനിർഭരമായിട്ടുള്ള എന്നാൽ ദൈവശാസ്ത്ര സമ്പുഷ്ടമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഈ സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. ഇന്നത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ബെർഗോഗ്ലിയോ. അദ്ദേഹം റോമിൽ വരുന്ന സമയത്ത് മാർപ്പാപ്പ അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ സ്ഥാനത്യാഗം ചെയ്യാൻ പോവുകയാണ്. അവിടെ വളരെ വികാരനിർഭരമായിട്ട് ബെർഗോഗ്ലിയോ പറയുന്നുണ്ട്, മാർപ്പാപ്പയുടെ സ്ഥാനം അങ്ങനെ ഇട്ടിട്ട് പോകാനുള്ളതല്ല. എന്തുകൊണ്ടാണ് റഷ്യയിലെയും ചൈനയിലെയും അമേരിക്കയിലെയും മറ്റും ലോക നേതാക്കൾ മാർപ്പാപ്പയെ തേടിയെത്തുന്നത്? അത് ധാർമ്മികമായിട്ടുള്ള ഒരു പിന്തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ടും മാർപ്പാപ്പയുടെ സ്ഥാനം ധാർമ്മികമായിട്ടുള്ള വെളിച്ചമാണ് എന്നുള്ളത് കൊണ്ടുമാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒന്ന് നിശ്വസിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പറയും, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. സഹനങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തത്. സഹനത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണ് മാർപ്പാപ്പ എന്നുള്ള സ്ഥാനത്ത് നിന്നിട്ട് അങ്ങ് ചെയ്യാനുള്ളത്. തൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറവാണെന്നും തനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായെന്നും ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുമ്പോഴാണത്. മറ്റൊരു ദിവസം ബെനഡിക്റ്റ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയോട്, അതായത് ബെർഗോഗ്ലിയോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കുന്ന സമയത്താണ് സ്ഥാനത്യാഗത്തിനുള്ള യഥാർത്ഥ കാരണം പറയുന്നത്. കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്നുള്ള സ്വരം കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കൂടെയാണെങ്കിലും വല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവമാണുള്ളത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ എനിക്ക് ഈ സഭയെ എങ്ങനെ നയിക്കാൻ പറ്റും? ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗം ശരിയായിരുന്നുവെന്നും ദൈവസ്വരം കേൾക്കാതെ ഈ ജനത്തെ നയിക്കാൻ സാധിക്കില്ല എന്നും പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകൾ സത്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ജെറൂസലേമിലേക്ക് പോകുന്ന സമയമാണ്. അവിടെ നിന്ന് ആദ്യമേ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, മറ്റുള്ളവരോടൊപ്പം തന്നെ നമ്മൾ ജെറൂസലേമിലേക്ക് പോവുകയാണ്. അവിടെ പാപികളുടെ കൈകളിൽ മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പിടിക്കുകയും അവൻ്റെ ദേഹത്ത് തുപ്പുകയും ഉപദ്രവിക്കുകയും അവനെ കൊല്ലുകയും ചെയ്യും. എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ പത്രോസ് പറഞ്ഞു, നിനക്കിതൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. നിൻ്റെ ചിന്ത മാനുഷികമാണ് എന്ന് പറഞ്ഞിട്ട് ദൈവികമല്ല എന്ന് പറഞ്ഞ് യേശു അവനെ പിന്തിരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം യേശു ഇത് തന്നെ പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രതികരണമില്ല. മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ അവരുടെ ഇടയിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതിന് തൊട്ട് മുൻപെയാണ് ഈശോ പത്രോസിനോട് പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നൽകപ്പെട്ടു. അവനിതാ ജെറൂസലേമിലേക്ക് പോയി അവൻ്റെ മരണം ഏതാണ്ട് ഉറപ്പിക്കപ്പെടുകയും ചെയ്തു. ചില മനുഷ്യരൊക്കെ മരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, സ്വത്ത് മുഴുവൻ ആർക്കാണ് എഴുതി വച്ചിരിക്കുന്നത്? ആർക്കിതൊക്കെ കിട്ടും? ആ ചോദ്യം തന്നെയാണ് യാക്കോബും യോഹന്നാനും ചോദിക്കുന്നത്. വിൽപത്രത്തിൽ ഞങ്ങൾക്ക് എന്താ ഉള്ളത്? എന്താണ് ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾക്ക് വേണം ഇടതുവശത്തും വലതുവശത്തുമുള്ള സ്ഥാനം ഞങ്ങൾക്ക് വേണം. എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് പലരോടും പ്രത്യേകിച്ച് രോഗികളോട് ചോദിച്ചിട്ടുള്ള ഈശോയോടാണ് ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് വേണം ഇടതുവശവും വലതുവശവും. ഈശോ പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കുള്ളത് എന്താണോ അതാണ് നിങ്ങൾക്കുള്ളത്. എനിക്കുള്ളത് നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങളെൻ്റെ പ്രിയപ്പെട്ടവരെ. എന്താണ് എനിക്കുള്ളത്? ഞാൻ കുടിക്കുന്ന ഗാസ കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം
ഈശോ പ്രാർത്ഥിച്ചത് സഹനത്തെ പറ്റിയിട്ട്. വീഞ്ഞിനെ പറ്റിയിട്ട് അവിടുന്ന് പറയും, എൻ്റെ സമയം ഇനി ആയിട്ടില്ല, വീഞ്ഞ് കുടിക്കാനുള്ള സമയം, പീഡാസഹനത്തിൻ്റെ അവസരം, അത് നിങ്ങൾക്ക് കൂടെ ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ ഉള്ളതാണത്, അത് നിങ്ങൾക്ക് പറ്റും, തീർച്ചയായിട്ടും ഞങ്ങൾക്കത് കുടിക്കാൻ കഴിയും. അവർ കുടിക്കുകയും ചെയ്തു. വിശുദ്ധ യാക്കോബാണ് അപ്പസ്തോലന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത് നമുക്കറിയാം. യോഹന്നാൻ്റെ കാര്യം കുറേ കൂടി കഷ്ടമായിരുന്നു. യോഹന്നാനെ പൊരിച്ച എണ്ണയിലിട്ട് വറുത്ത് ഫ്രൈ ആയിട്ടെടുത്തിട്ട് പോലും കൊല്ലപ്പെടാത്ത മനുഷ്യൻ. അവനെ പാത്മോസ് ദ്വീപിലേക്കാണ് നാട് കടത്തിയത്. അവിടെയാകട്ടെ കൊടും കുറ്റവാളികളെ നാട് കടത്തുന്ന ഇടമായിരുന്ന ആ ദ്വീപ്. കല്ലുവെട്ടലായിരുന്നു അവരുടെ ജോലി. ആവശ്യത്തിന് ഭക്ഷണമില്ല. വല്ലപ്പോഴും ഈ ദ്വീപിൻ്റെ തീരത്ത് ഭക്ഷണവുമായിട്ട് ബോട്ടുകൾ അടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭീകരന്മാരായിട്ടുള്ള കുറ്റവാളികൾ ഈ ഭക്ഷണം കണ്ടിട്ട് ഓടിവരികയും അതിനു വേണ്ടിയിട്ട് അവിടെ കിടന്ന് തമ്മിൽ തല്ലുകയും അങ്ങനെ തന്നെ പലരും കൊല്ലപ്പെടുകയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അട്ടിപ്പിടിയിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ ഇരുന്നിട്ട് ഇത് കണ്ടിട്ടാണ് യോഹന്നാൻ എന്തെഴുതിയത്? സ്നേഹത്തെ പറ്റിയിട്ട്. എഫേസോസിൽ ഈശോയുടെ അമ്മയുടെ ഒപ്പം താമസിക്കുന്ന സമയത്ത് അവളിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിൻ്റെ പാഠങ്ങളും അതിനു മുൻപ് യേശുവിൽ നിന്നും പകർന്നു കിട്ടിയ സ്നേഹത്തെ പറ്റിയിട്ടുള്ള അറിവുകളും ചേർന്നിട്ട് കലഹിക്കുന്ന മനുഷ്യരുടെ മുൻപിലിരുന്നിട്ട് യോഹന്നാൻ പറയും, ദൈവസ്നേഹമാണ്. അതാണ് ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. ഇവരുടെ ഇടയിലിരുന്ന് ദൈവസ്നേഹത്തെ പറ്റിയിട്ട് പറയുക, ഇവർക്ക് എങ്ങനെ ബോധ്യപ്പെടും? അങ്ങനെ യോഹന്നാൻ്റെയും കാലം കഴിയുന്നുണ്ട്. അവർ സഹനത്തിൻ്റെ കാനപാത്രം ആവോളം ആസ്വദിച്ചതിന് ശേഷം ഇവിടുന്ന് പോയത്. എന്നിട്ട് ഈശോ അവരോട് പറയും, നിങ്ങൾക്ക് കിട്ടും, എനിക്കുള്ളത് കിട്ടും, മാത്രമല്ല അധികാരവും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് വിജാതീയരുടേത് പോലെയല്ല, അങ്ങനെയല്ല അത് ഉപയോഗിക്കേണ്ടതും. എങ്ങനെയാണ്? അത് കേൾക്കാനുള്ള അവസരമാണ് അധികാരം എന്ന് പറയുന്നത്. അധികാര കസേര, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ടുള്ള ഒരവസരമാണ് അധികാര കസേര. ഈശോ ഈ ലോകത്തിൻ്റെ മുകളിൽ മുഴുവൻ അധികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, പിശാചുക്കളുടെ മുകളിൽ അധികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 9-10 അധ്യായങ്ങളിലൊക്കെ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ സകല പിശാചുക്കളുടെയും മുകളിൽ അധികാരവും ശക്തിയും കൊടുത്ത് അവരെ പറഞ്ഞയച്ചു നമ്മൾ വായിക്കുന്നത്. എല്ലാത്തിൻ്റെയും മുകളിൽ അധികാരമുള്ള ദൈവം. പക്ഷേ യേശു കൂടുതൽ സമയം ചെലവഴിച്ചത് എന്തിനാ? അധികാരം ഉപയോഗിക്കാനല്ല, കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കേൾക്കുന്നത് തൻ്റെ കീഴിലുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, അതാണ് ദൈവത്തിൽ നിന്നുള്ള അധികാരത്തിൻ്റെ പ്രത്യേകത. സകല അധികാരിയുമായിട്ടുള്ള ദൈവം, സകല ലോക രാജാവായിട്ടുള്ള പിതാവായിട്ടുള്ള ദൈവം, ആ ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു മധ്യവർത്തിയാണ് സഭയിലെ അധികാര സ്ഥാനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ആദ്യകാലത്തുണ്ടായിരുന്ന മെത്രാന്മാർ, അതായത് ദിയംപെറൂർസോനോദോസ് വരെയുള്ളവർ, അവർ ചെയ്തിരുന്നത് വെറും 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർ സത്യസുവിശേഷം പ്രസംഗിച്ചിരുന്നു. സുവിശേഷത്തിന് ഭംഗമായിട്ടുള്ളത് എന്ത് കണ്ടാലും അതിനെ എതിർത്തിരുന്നു. സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ളതിനെ എതിർക്കാനും സത്യസുവിശേഷം പ്രസംഗിക്കാനുമാണ് അവരവരുടെ സമയം ചെലവഴിച്ചത്. 2, ഇങ്ങനെ സത്യവിശ്വാസം അറിയാവുന്നവരെ, അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് പട്ടം കൊടുക്കുക എന്നുള്ളത്. 2 കാര്യങ്ങൾ. അവരൊരിക്കലും ഭൗതിക കാര്യങ്ങൾ ഇടപെട്ടിരുന്നില്ല. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഭയിൽ പള്ളിയോഗം മുതലായിട്ടുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അവരാണ് രാഷ്ട്രീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും ഇടപെട്ടിരുന്നത്. നമ്മുടെ സഭ യാതൊരു തരത്തിലുള്ള പാഷണ്ഡതകളിൽ വീഴാതെ നീണ്ടുപോയത്, നിലനിന്ന് പോയത് അങ്ങനെയാണ്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ അപ്പസ്തോലന്മാർ ഇങ്ങനത്തെ ഭക്ഷണകാര്യങ്ങൾ, ഭക്ഷണം വിളമ്പുന്ന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ സമയം കിട്ടുന്നതിന് വേണ്ടി 72 ഡീക്കന്മാരെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് സഭയിലെ അധികാരത്തിൻ്റെ ഉദ്ദേശം. അതാണ്. കുടുംബങ്ങളിലെ അധികാരം അത് തന്നെയാണ്. കേൾക്കാനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം കേൾക്കുകയും അതിനു വേണ്ടിയിട്ടിരിക്കുകയും അത് ആരാണോ തങ്ങളുടെ കീഴിലുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അധികാരം എന്ന് പറയുന്നത് പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ടുള്ള അവസരമായിട്ടും അത് ആരെയാണോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അവരോട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ദൈവം പറയുന്ന വഴികളിലൂടെ നയിക്കാനായിട്ടുള്ള ഒരവസരമായിട്ടും വേണം അധികാരത്തെ ഏൽക്കാൻ. ഇതായിരിക്കണം നിങ്ങളുടെ ഇടയിലുള്ള അധികാരം, വിജാതിരെ പോലെ ആകരുത് എന്ന് യേശു പറയുന്ന അവിടെയാണ്. ദൈവം നമ്മളെല്ലാം